വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിളിച്ചിട്ടില്ലെന്ന ആരോപണം വരുന്നു. അതായത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു, അതുകൊണ്ട് വി ഡി സതീശനെ വിളിക്കേണ്ടതാണെന്ന വാദമാണ് കോൺഗ്രസ്സുകാർ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എന്തായാലും നാളെ കമ്മീഷൻ ചെയ്യും പ്രധാനമന്ത്രി. ഇന്ത്യ ഇത്രയും രൂക്ഷമായ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥ നിൽക്കുമ്പോൾ പോലും കൃത്യമായിട്ട് നാളെ എത്തും. വിഴിഞ്ഞ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ആരുടെ ആയാലും. ഇപ്പോൾ തന്നെ ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് 5.5 ലക്ഷം കണ്ടെയ്നർ എന്തോ അവിടുന്ന് പുറത്തു പോയി എന്ന് പറയുമ്പോൾ തന്നെ എത്ര കോടി രൂപയുടെ വരുമാനമായി. വിഴിഞ്ഞം സിംഗപ്പൂരിനടക്കം ഒരുപാട് തുറമുഖങ്ങളെ അടിക്കും. ഇന്ത്യയിൽ തന്നെ പല തുറമുഖങ്ങളും പാപ്പരാവും. അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ ഭരിച്ചിരുന്ന എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന കാലം മുതൽ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ, വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ഇതിൻ്റെ ശ്രമഫലം നടന്നിരുന്നു. പക്ഷേ യാഥാർത്ഥ്യമായത് എന്തോന്നാലും ശരി കഴിഞ്ഞ 8 വർഷം കൊണ്ട് അത് സതീശന്മാർ ഓർക്കേണ്ടത്, സതീശൻ അടക്കം പോയി നിന്ന് വിഴിഞ്ഞത്ത് മത്സ്യബന്ധന തൊഴിലാളികളെ സംഘടിപ്പിച്ച് പള്ളിയിൽ അച്ഛന്മാരെ കൊണ്ട് സമരം ഉണ്ടാക്കിച്ച് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വരെ അടിച്ചു പൊളിച്ച് ഞങ്ങളുടെ ജീവനുണ്ടെങ്കിൽ വിഴിഞ്ഞത്തുനിന്ന് തുറമുഖം ഉണ്ടാകില്ല എന്ന് പറയുകയും അതിന് പൂർണ്ണ പിന്തുണ കൊടുത്ത ആളാണ് സതീശൻ. എന്നിട്ട് ഏതോ ഒരു ഫംഗ്ഷനിൽ ചെന്ന് സതീശൻ അവിടെ പ്രസംഗിക്കുകയും ചെയ്തു, ഇച്ഛാശക്തിയുള്ളൊരു സർക്കാരായതുകൊണ്ട് തുറമുഖം വരാൻ പോകണം. ഇപ്പം സതീശൻ പറയുന്നത് എന്നെ ക്ഷണിച്ചില്ല, ഇതൊരു UDF അല്ല BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഗമമാണ്, പിന്നെ LDFൻ്റെ 4ാം വർഷം ആഘോഷിക്കാൻ വേണ്ടി നടത്തുന്ന കളിയാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയുന്നുണ്ട്. എന്ത് കുന്തം പറഞ്ഞാലും ശരി, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൽ കോൺഗ്രസ്സിന് വലിയ അസ്വസ്ഥതയുണ്ട്. കോൺഗ്രസ്സിനെന്നല്ല, ഒരു വിഭാഗത്തിന്. കാരണം മൈലേജ് ഭയങ്കരമല്ലേ. ഇനിയിപ്പോൾ അണ്ടർ പാസേജിലൂടെ ബാലരാമപുരത്ത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഭൂഗർഭ ട്രെയിനും അതുപോലെ പുതിയ റോഡ് വരുന്നു, റിംഗ് റോഡൊക്കെ വരുന്നു. എല്ലാം കൂടെ വരുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറും. ഒപ്പം തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മുതൽ ബാലരാമപുരം വരെ മെട്രോയും കൂടെ വരികയാണെങ്കിൽ, മെട്രോ വരാൻ പോവാണ്, എന്തോ ഫയലൊക്കെ ആയി. അപ്പോൾ ഇത് നമ്മൾ ആര് ഭരിച്ചാലും വികസനം എന്ന് പറഞ്ഞ കാര്യത്തിന് വികസനമായിട്ടേ കാണാം. ഇത് അതിന് പകരം സതീശൻ പറഞ്ഞതൊന്നും പിണറായി വിജയൻ്റെ മോളെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറയുമ്പോഴാണ് പറയുന്നത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ഒരുപാട് പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഈ പറഞ്ഞ അവിടുത്തെ കാറ്റഗറി അല്ല, ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഇത് നടക്കുമോ നടക്കില്ലെന്ന് സംശയമായിരുന്നു. 3-4 ദിവസമായുള്ളൂ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി വിങ് അപ്രൂവൽ ചെയ്തിട്ട് നമുക്കിത് നടത്താമെന്ന് 2-ാം തീയതി. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പത്മശ്രീ അവാർഡ്, പത്മഭൂഷൺ അടക്കം താമര അവാർഡുകൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് അതാത് സർക്കാരുകൾ എഴുതി കൊടുക്കും. അപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന ആരാണോ അവരൊരു 30 പേരുടെ ലിസ്റ്റ് കൊടുക്കും. ചിലപ്പോൾ ആ 30 പേരെയും തള്ളും, എന്നിട്ട് കേന്ദ്രമായിരിക്കും തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ആ 30 പേര് കൊടുത്തതെന്ന് ചിലപ്പോൾ 5 പേര് കയറി പറ്റിയൊന്നും വരാം. വിശിഷ്ട സേവാ മെഡൽ. എന്തിന് കേരളത്തിലെ പുതിയ DGP ആരാകണമെന്ന് വരെ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ സതീശനെ പോലെ നട്ടാൽ കേൾക്കാത്ത നുണ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സതീശനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ പിണറായിയുടെ 5 വർഷക്കാലത്ത് തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇയാൾ എന്ത് ലോട്ടറി വിവാദം അടക്കം എന്തെല്ലാം കാര്യങ്ങൾ ഇഷ്യൂസ് കൊണ്ടുവന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവായപ്പോൾ വെറും വൃത്തികെട്ടവനായിപ്പോയി. ഒരു നിലവാരവും ഇല്ലാത്ത, നട്ടാൽ കുറുക്കാത്ത കള്ളം പറയുകയും ആ കള്ളം തെളിഞ്ഞാൽ പോലും തൊലിക്കെട്ടിയുള്ളതുകൊണ്ട് നിന്ന് കളിക്കാൻ അറിയാവുന്ന ഒരു വൃത്തികെട്ടവൻ. ഞാൻ അങ്ങനെ അണ്ടർലൈൻ ഇട്ടിട്ട് പറയും. ഇയാൾ പ്രതിപക്ഷ നേതാവായപ്പോഴാണ് എനിക്ക് രമേശ് ചെന്നിത്തലയുടെ വില മനസ്സിലായത്. അയാളും പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ പിണറായിയുടെ ആദ്യത്തെ 5 വർഷം. പ്രതിപക്ഷ നേതാവായിരുന്ന ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ വില എനിക്ക് മനസ്സിലായത് ഈ വി ഡി സതീശനെ കണ്ടപ്പോഴാണ്. നട്ടാൽ കുറുക്കാത്ത കള്ളം പറയുക, പിന്നെ അവൻ്റെ ഒരു ധാർഷ്ട്യം. ഒരു പ്രതിപക്ഷ ഒരു ജനകീയ നായനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ധാർഷ്ട്യം കാണിക്കരുത്. അയാൾ എന്തൊക്കെ പറഞ്ഞ് അയക്കാൻ അറിയില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അത് NSG എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് ഒരു ലിസ്റ്റ് തിരിച്ചയച്ചതിൽ വിഴിഞ്ഞം തുറമുഖം നിലനിൽക്കുന്ന നിയോജക മണ്ഡലത്തിലെ MLA ആയ വിൻസെൻ്റ് ഉണ്ട്, കോൺഗ്രസ്സുകാരനാണേ. വിഴിഞ്ഞം തുറമുഖം നിലനിൽക്കുന്ന പാർലമെൻറ്റിൻ്റെ MP ആയ ശശി തരൂരിൻ്റെ പേരുണ്ട്. അങ്ങനെ ലിസ്റ്റിൽ വന്നതിൽ സതീശ ഇല്ല. വീണ്ടും ഇവിടുന്ന് റിക്വസ്റ്റ് പോകുന്നു. അങ്ങനെ ഇന്നലെ മെനങ്ങാന്നെന്തോ സതീശൻ്റെ പേര് അപ്രൂവൽ ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, വാസവൻ്റെ ഓഫീസിൽ നിന്ന് സതീശന് കത്ത് പോകുന്നു. വാസവൻ സീൽ ചെയ്ത കത്ത് പോകുന്നു, താങ്കൾ പങ്കെടുക്കണം. അതുവരെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സമ്പത്ത് സാൾട്ട് അടിച്ച്
ഞാൻ പോവില്ല. ഇത് LDFൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നതല്ലേ ഏത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം. ഇത് BJPയും കോൺഗ്രസ് മാസ്റ്റർ പാർട്ടിയും കളിയല്ലേ. അവർക്ക് രണ്ടുപേർക്കും മൈലേജ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് അയാൾ ഇവിടെയൊക്കെയോ പോയി. പക്ഷേ വേറെ ഒരു രാഷ്ട്രീയ നേതാക്കളും അതിൽ പിടിച്ചില്ല. കുഞ്ഞാലിക്കുട്ടിയോ മുരളിയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒന്നും അതിൽ കയറി പിടിച്ചില്ല. ഈ സതീശൻ പങ്കത്തനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു പുരോഗതി വരുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, മലബാറിൽ മറ്റേ ബൈപ്പാസ് വരികയാണെങ്കിൽ ചോര ഒഴുവെന്ന് പറഞ്ഞ ആളാണ് മുരളീധരനും കുഞ്ഞാലിക്കുട്ടി. ഒരാഴ്ചയോ 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൂടെയാണ് മുരളീധരനൊക്കെ പോകാൻ മനോഹരമായ ബൈപ്പാസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വികസനങ്ങളെ രാഷ്ട്രീയത്തിൽ കാണരുത്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കാണരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. എന്തായാലും കഴിഞ്ഞ 8 വർഷം കൊണ്ട് 100% ഞാൻ പറയുന്നു പിണറായിയുടെ നിശ്ചയദാർഢ്യം തന്നെയാണ്. കാരണം വേറൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായാൽ പോലും വിഴിഞ്ഞത്തെ വോട്ട് ബാങ്കിനെ കുറിച്ച് ചിന്തിക്കും. ഇത് കൃത്യമായും എന്താ പറയുക, ഇച്ഛാശക്തിയുള്ളൊരു മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ഗഡ്കരിയൊക്കെ പോലുള്ള കേന്ദ്രമന്ത്രിമാരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് കിട്ടുകയും ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ റോഡുകളായാലും ശരി തുറമുഖമായാലും ഉണ്ടാകുന്നത്. ആ ഫംഗ്ഷനിൽ മനോഹരമായി പോയി ഒരു പുളു അടിക്കാനുള്ള അവസരത്തിനാണ് സതീശൻ കളഞ്ഞത്. അത് സതീശൻ ചെന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പുല്ല് സംഭവിക്കുകയില്ല. നാളെ എന്തായാലും ഉച്ചയ്ക്ക് മനോഹരമായ ഉദ്ഘാടനമായിരിക്കും. ഇന്ന് TV ഒരു ബൈറ്റ് വന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഞാൻ MLA ആണ്, മുൻ മന്ത്രിയാണ്, മാസ്റ്റർ പാർട്ടിയുടെ കേരളത്തിലെ ജനറൽ സെക്രട്ടറിയാണ്, എനിക്കൊരു പാസ് തന്നിട്ടില്ല, എന്നെ അതിന് ക്ഷണിച്ചിട്ടുമില്ല, അവിടുത്തെ ഒരു ആളായിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കൂടെ. അതെ. അപ്പം ഇത് കാണാൻ കഴിയാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് സതീശൻ ഇങ്ങനെ വാചം അടിച്ചുകൊണ്ടേയിരിക്കും, സ്വയം നാറും എന്നുള്ളതല്ലാതെ വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്വപ്ന പദ്ധതി നാളെ ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നന്നായിട്ട് സംസ്ഥാനത്തിന് വരവ് കിട്ടുന്ന ഗുണം ചെയ്യുന്ന രീതിയിൽ ആ സ്ഥാപനം മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ.